ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. വീട്ടിൽ വെച്ച് പറയാൻ പറ്റാത്ത അത്രയും വലിയ രഹസ്യം എന്തോന്നാ? നന്ദിനി വാക്കുമാറുന്ന സ്വഭാവക്കാരിയാണോ? എന്താ കാര്യം വെച്ചാ പറയൂ ചേട്ടാ. പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ നിന്നോടൊപ്പം നടക്കാൻ പറ്റില്ലെങ്കിലോ എന്ന ഭയമാണ് എനിക്ക്. അച്ചേട്ടൻ ഗൾഫിൽ ആരെങ്കിലും കല്യാണം കഴിച്ചോ? ഞാനോ? അന്ന് നന്ദിനി എന്നോട് പറഞ്ഞു എന്റെ പണം നന്ദിനിക്കൊരു പ്രശ്നമല്ലെന്ന്. പക്ഷെ അമ്മാവന് അതൊരു പ്രശ്നമാണല്ലോ. എന്താ ഗൾഫിൽ നിന്നുണ്ടെന്ന് പണമൊക്കെ കളഞ്ഞു പോയോ? എന്തു പണം? ആരുടെ പണം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒന്ന് തെളിച്ചു പറ ചേട്ടാ. 7 മാസക്കാലമായി ഉരുളംപാറയിൽ ഒരു ലോഡ്ജിൽ ഒളിച്ചു താമസിക്കായിരുന്നു ഞാൻ. ചുമ്മാ എന്നെ പറ്റിക്കാൻ പറയല്ലേ? അല്ല, ഞാൻ ഗൾഫിലും പോയിട്ടില്ല, എന്റെ പണവും ഇല്ല. അപ്പൊ അന്ന് എന്നോട് യാത്ര പറയുമ്പോ പറഞ്ഞതൊക്കെ കളവായിരുന്നു അല്ലേ? ആയിരുന്നു. സത്യം പറയണമെന്ന് പല പ്രാവശ്യം വിചാരിച്ചതാണ്, പിന്നീടാകാമെന്ന് കരുതി. നന്ദിനിക്ക് എന്നോട് ഇഷ്ടമാണെങ്കിൽ ഈ തെറ്റിന് എന്നോട് ക്ഷമിച്ചൂടെ? അപ്പൊ അന്ന് വന്ന അറബിയോ? എന്തറബി? അത് ഞാൻ താമസിക്കുന്ന ലോഡ്ജിലെ മാനേജർ ആലുക്കോയായിരുന്നു. ആ, കല്യാണം കഴിയുന്നവരെ ഒരു കാരണവശാലും അമ്മാവൻ ഇതറിയരുത്. അത് പ്രത്യേകിച്ച് എന്നോട് പറയണോ? ആ, ഈ സൂത്രം കണ്ണി വെച്ച്. ആ, ബ്യൂട്ടിഫുൾ. അങ്ങനെ വലിയൊരു ഭാരം ഒഴിഞ്ഞു ശങ്കര. ഇക്കണ്ട തെങ്ങും തോപ്പും നെൽപ്പാടമൊക്കെ നോക്കിക്കണ്ട നടത്തുകയെന്ന് പറയണത് ഇനിയുള്ള കാലത്ത് അത്ര എളുപ്പമൊന്നുമല്ല. പ്രായവും കൂടി വരികയല്ലേ. നന്ദിനിയുടെ പേർക്ക് മാത്രമായിട്ട് എഴുതി വെച്ചത് അച്യുതന് ഇഷ്ടപ്പെടുമോ എന്തോ? അത് മതിയെന്ന് അവൻ തന്നെയാ പറഞ്ഞത്. ഒക്കെ ഈശ്വരൻ നിശ്ചയതല്ലാണ്ട് എന്താ? എത്ര ദുബായ്ക്കാരുടെ പുറകെ നടന്നാ ഞാൻ. പിന്നെ അവസാനം മുറത്തിറക്കിന് തന്നെ ആ മോളെ വിളിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലായില്ലേ? അപ്പോ ഈ 25-ന് തന്നെ കല്യാണം അങ്ങ് ഉറപ്പിച്ചേക്കാം. എന്താ? ശുഭസ്യ ശീഘ്രം. സദ്യ കേമായിരിക്കും കേട്ടോ. പിന്നെ പിന്നെ രജിസ്റ്റർ ഒക്കെ കഴിഞ്ഞു എന്നുള്ള വിവരം നീ ഇന്ന് തന്നെ അച്ഛനോട് പറയണം. എന്താ ശങ്കര? അച്യുതന് ഇവിടെ ഇല്ലേ? ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഈ സമയത്ത് ആ കലാസമിതിയെ കാണും. എന്താ വിശേഷം? ഇന്നായിരുന്നു രജിസ്റ്റർ. അച്യുതൻ ആവശ്യപ്പെട്ട പോലെ എല്ലാം ചെയ്തു. ഒക്കെ അവന്റെ പിടിവാശി എന്നല്ലാതെ ഞാൻ എന്താ പറയാ? എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, കലാസമിതിയിൽ ഒന്ന് നോക്കട്ടെ. ആ, ഒഴിച്ചു കുടിക്കാനാ? വേറെ ഒഴിച്ച് കുടിച്ചാ മതി. എടാ പവിത്ര, നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കാത്തതായി ഈ ലോകത്തൊന്നുമില്ല. വേലയും കൂലിയും ഒന്നുമില്ലാതെ തെണ്ടി നടന്ന ഞാൻ നന്ദിനിയെ വിവാഹം കഴിക്കാൻ പോകുന്നു. വിവാഹം കഴിഞ്ഞാൽ അന്നു മുതൽ ഈ അച്യുതൻ ലക്ഷപ്രഭു വേണ്ട, ലക്ഷപ്രഭു. പക്ഷെ നീ ഞങ്ങൾക്ക് എന്ന വാക്ക് പാലിക്കും. പാലിക്കും. നിനക്കൊരു ബിസിനസ് തുടങ്ങാൻ ഒരു 20,000 റുപ്പീസ് മതിയാവോ? തുടങ്ങാൻ അത്ര മതി. പിന്നെ നമ്മുടെ ആലിക്കോയുടെ അറബിവേഗത്തിന് മാത്രം ഒരു 10,000 കൊടുത്താലും നഷ്ടമില്ല. കൊടുക്കും. ഞാൻ എല്ലാവർക്കും വാരിക്കോരി കൊടുക്കും. എന്റെ സുഹൃത്തുക്കളാണ് എന്റെ ശക്തി. സത്യത്തിൽ ദുബായി പോയിരുന്നെങ്കിൽ ഞാൻ ചുറ്റിപ്പോയേനെ. മരുഭൂമിയിലെ വെയിൽ കൊള്ളാതെ തന്നെ ഞാൻ ഇന്നൊരു ദുബായിക്കാരനായടാ, ദുബായിക്കാരൻ. ഇവിടെ വെള്ളം അടിച്ചോണ്ടിരുന്നോ? ഡേയ്, നിന്റെ അച്ഛൻ അവിടെ വെളി വന്ന് നിൽക്കായിരുന്നു, കണ്ടോ? എന്റെ അച്ഛനോ? ഓ, എപ്പം? ഇപ്പൊ എന്നെ കണ്ടോടം പൊയ്ക്കളഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞൊക്കെ പുള്ളി കേട്ട് കാണൂ. കേട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മാവനോട് പറയുന്ന കാര്യം തീർച്ചയാ.
അല്ല, ആരൊരു ഗൾഫോ? ഭയങ്കര ചൂട് അല്ലേ? അതെ അതെ, ഭയങ്കര ചൂട്. ശരിക്കുള്ള ചൂട് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇരിക്കെ. ഇഷ്ടമല്ല, ഞാൻ നിന്നോളാം. ഇരിക്കെ. രജിസ്റ്റർ ചെയ്ത കാര്യമൊക്കെ അറിയാം. എല്ലാം നന്ദിനിയുടെ പേർക്ക് തന്നെ എഴുതി വെച്ചല്ലോ. ഞാൻ പിന്നീടാണ് ഓർത്തത്, ഇത്ര പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അതെ അതെ, ഇപ്പൊ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അല്ല, നാട്ടുകാരൊക്കെ ചോദിക്കുന്നു മരുമോൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് അമ്മാവൊന്നും തന്നില്ലേന്ന്. ഞാൻ പറഞ്ഞു മരുമോൻ കൊണ്ടു നോക്കാൻ എയർപോർട്ട് കെട്ടിക്കിടക്കുകയാണെന്ന്. അതുകൊണ്ട് എത്താറായില്ലേ ഇതുവരെ? എത്തും എത്തും, അത് പിന്നെ എത്താണ്ടിരിക്കും. അപ്പോ നീ നന്ദിനിയെ കല്യാണം കഴിച്ചോണ്ട് പോകും അല്ലേ? അതെന്താ അമ്മാവ അങ്ങനെ ചോദിച്ചത്? കല്യാണം കഴിഞ്ഞാൽ നന്ദിനിയെ കൊണ്ടുപോകുമോ എന്നാ ചോദ്യം. സംശയം എന്താ? കാറ്, ക്വാർട്ടേഴ്സ്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ടി വി, ആന്റിന എല്ലാം കംപ്ലീറ്റ് സെറ്റപ്പ് ആയിട്ട് വന്നിരിക്കല്ലേ? പക്ഷെ മോനെ, നന്ദിനിക്ക് പാസ്പോർട്ട് ഇല്ലല്ലോടാ. പാസ്പോർട്ട് നമുക്ക് 1-2 തവണ ശരിയാക്കാം. നിന്റെ ഇപ്പോഴത്തെ സ്വാധീനവും AC-യും TV-യും പിന്നെ ആന്റിന അതെ, അതൊക്കെ വെച്ച് നോക്കുമ്പോ പാസ്പോർട്ട് ഇല്ലാതെ തന്നെ നന്ദിനി ഗൾഫിലെത്താനുള്ള സാധ്യതയുണ്ട്. നിനക്കെന്താ ഇരിപ്പുറക്കാ? ഇരിക്കേ. അമ്മാവൻ അറിഞ്ഞോ? അറിഞ്ഞു. എന്തോന്ന്? നീ എന്തൊന്നും അറിഞ്ഞെന്ന് ചോദിച്ചാ അത് തന്നെ. അയ്യോ അതല്ല അമ്മാവ, നമ്മുടെ മാളികേക്കിലെ ശിവാനന്ദനില്ലേ, അവൻ ദുബായിലാണെന്നും പറഞ്ഞ് ഒരു ലേഡി ഡോക്ടറെ കല്യാണം കഴിച്ചു. അന്വേഷിച്ചു നോക്കിയപ്പോ അവന് ബോംബെയിൽ കരിക്ക് വെച്ചോടാ. ഒന്നുമില്ലേലും അവന് കച്ചവടമെങ്കിലും ഉണ്ടല്ലോ. ഇതൊന്നുമില്ലാത്ത ചില തെണ്ടികള് ഗൾഫിന്റെ പേരും പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കാറിയിട്ടുണ്ട്. ഇവനെയൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ കുനിച്ചു നിർത്തി മുള അരച്ച് തേച്ച് ചൂറിന് ചൂടാക്കി നല്ല 10 പേടേക്ക് പിടയ്ക്കണം. നിനക്കെന്ത് തോന്നുന്നു? അല്ല, കുനിച്ചു നിർത്തണോ? വേണം. നിനക്കെന്താ ഒരു വിഷമം? ഞാനെന്തിനാ വിഷമിക്കുന്നത്? എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇനി ഒരുപാട് ആളുകൾക്ക് കല്യാണക്കത്ത് കൊടുക്കാം. ആയിക്കോട്ടെ, അത് മുടക്കണ്ട. അല്ല അച്ഛനാ, നിനക്ക് നിന്റെ അച്ഛനെ കണ്ട ഓർമ്മയുണ്ടോ മോനെ? ഇല്ല. എന്താ മാവ? നിന്നെ പോലെ തന്നെ ഒരു കൊച്ചു മിടുക്കനായിരുന്നു. 10 ഗുണം 10 ഗുണം. അച്യുതാ, അമ്മായി ഒന്ന് അത് ഞാൻ പറഞ്ഞോളാം നീ വന്നിരുന്നു എന്ന്. കുറച്ച് വെള്ളം കുടിക്കാൻ ചോദിച്ചു. ഞാൻ കുടിച്ചല്ലേ? വെളുക്കാകുമ്പോ ആള് കേട്ടില്ല. ഒരാള് ഒരു ഗ്യാസ് ആയിട്ട് രാത്രി കരുതി വെച്ചേക്ക് പറഞ്ഞത്. മനസ്സിലായല്ലോ? വിളിച്ചോ? എല്ലാം തകൃതിയായി നടക്കുന്നുണ്ടല്ലോ. നമ്മൾ സംശയിക്കുന്ന പോലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പന്തലും ഒരുക്കങ്ങളൊക്കെ കാണുന്നോണ്ട് മാത്രം ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഇന്ന് തന്നെ നമുക്ക് ആലുവ പോയി കാണാം. വൈകാതെ എന്തെങ്കിലും ഒരു പോകും വഴി കണ്ടുപിടിച്ചേ പറ്റൂ. അതൊരു നല്ല ഐഡിയ. പോവാം. നിങ്ങൾ ബേജാറാവേണ്ടിരിക്കും. ഒരു രക്ഷയില്ലെങ്കിൽ ഞമ്മക്ക് ഒടുക്കത്തെ കളി കളിക്കാം. പന്തൽ കെട്ടുന്നു, കായകറികൾ നുറുക്കുന്നു, ദേഹണ്ണക്കാർ തകൃതിയായി പണിയെടുക്കുന്നു. പക്ഷെ എനിക്ക് സംശയമുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഒരു ടാക്സി ഏർപ്പാട് ചെയ്തിട്ട് രാത്രി തന്നെ നന്ദിനി അവിടെ കടത്തിയാലോ? വിളക്കുന്നവരെ ആളുകൾ ഉറങ്ങാതിരിക്കുന്നതുകൊണ്ട് അത് നടപ്പില്ല. വേണ്ടി വന്ന ബലപ്രയോഗം തന്നെ നടത്തും. ആര്? രാഘവട്ടം പ്രയോഗിക്കോ ബലം? അയ്യടാ, വാചകത്തിന് മാത്രം ഒരു കുറവുമില്ല. നീ മിണ്ടാതിരി. ആണെന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് കയറി അഭിപ്രായം ഒന്നും പറയണ്ട. കാരണമൊന്നുമില്ല. ക്ലിപ്പിട് ഞാൻ, ക്ലിപ്പ്. പറ. ഇതൊക്കെ നിങ്ങളുടെ വെറും സംശയമാണെങ്കിലോ? കെട്ടിത്തരില്ല എന്ന് അമ്മാവൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ലെങ്കിലും പെരുമാറ്റത്തിൽ കുഴപ്പമുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അച്യുതനെ താറടിക്കാനുള്ള എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. അതിന് പണിയുണ്ട്. എന്തു പണി? എനിക്ക് ചിലപ്പോ പുതിയൊരു വേഷം കൂടി കെട്ടേണ്ടി വന്നേക്കും. എന്ത് വേഷം? സസ്പെൻസ് കളയണ്ട, നമുക്ക് രാവിലെ കാണാം.
തോറ്റാൽ പിന്നെ ഞാൻ ആകപ്പാടെ നാറും. ആലിക്കോയ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഉണ്ട്. എന്നാ ധൈര്യമായിട്ട് പോ. പോയിക്കോ.